കുഞ്ഞുമായി നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ സന്തോഷത്തോടൊപ്പം ഒരു ചെറിയൊരു പേടിയും ഉള്ളിലുണ്ടാകും, ശരിയല്ലേ? പെട്ടെന്ന് കുഞ്ഞൊന്ന് തുമ്മിയാലോ വിക്കിയാലോ നമ്മൾ പരിഭ്രമിക്കും. കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ടത്? പാല് തൊണ്ടയിൽ കുടുങ്ങിയാൽ എങ്ങനെ ജീവൻ രക്ഷിക്കാം? ഈ വീഡിയോയിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഒരു നേഴ്സ് എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാ പേടിയും മാറ്റി ഒരു സൂപ്പർ മമ്മായി നിങ്ങളെ മാറ്റാൻ ഈ വീഡിയോ കാണൂ. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് നവജാത ശിശു സംരക്ഷണമാണ്. ഒരു സമ്പൂർണ്ണ ഗൈഡായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ സന്തോഷത്തോടൊപ്പം തന്നെ വലിയൊരു ഉത്തരവാദിത്വവും പേടിയും വരാറുണ്ട്. കുഞ്ഞിനെ എങ്ങനെ എടുക്കണം, എപ്പോൾ പാല് കൊടുക്കണം, എപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം, എപ്പോൾ വാക്സിനേഷൻ എടുക്കണം, ഇങ്ങനെ സംശയങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ കാണും. ഒരു നേഴ്സ് എന്ന നിലയിൽ എൻ്റെ അടുത്തേക്ക് വരുന്ന മിക്ക അമ്മമാരും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി ഒരൊറ്റ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നവജാത ശിശുവിനെ പേടിയില്ലാതെ നോക്കാൻ ധൈര്യം കിട്ടും. മുലയൂട്ടും ഗ്യാസ് കളയുന്ന രീതിയുമാണ് ആദ്യമായിട്ട് പറയുന്നത്. ആദ്യത്തെ കാര്യം ഭക്ഷണം തന്നെയാണ്. 6 മാസം വരെ മുലപ്പാൽ മാത്രമേ നൽകാവൂ. കുഞ്ഞിന് പാൽ കിട്ടുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഒരു ദിവസം കുഞ്ഞ് 6 തവണയിൽ കൂടുതൽ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്കാം. ലാച്ച്: കുഞ്ഞ് മുലക്കണ്ണ് മാത്രം വലിച്ചാൽ പാല് കിട്ടില്ല. ചുറ്റുമുള്ള കറുത്ത ഭാഗം കൂടി കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിൽ വരണം. പാല് കൊടുത്തു കഴിഞ്ഞ് 20 മിനിറ്റ് എങ്കിലും കുഞ്ഞിനെ തോളിൽ കിടത്തി തട്ടണം. കുഞ്ഞ് ഏമ്പക്കം വിടുന്നത് വരെ നിവർത്തി പിടിക്കണം. ഇല്ലെങ്കിൽ കുഞ്ഞ് അത് പുറത്തേക്ക് തുപ്പുകയും ശ്വാസനാളത്തിൽ കുടുങ്ങുകയും ചെയ്യും. അടുത്തത് കുളി. കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി വീഴുന്നത് വരെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പൊക്കിൾക്കൊടിയിൽ എണ്ണയോ പൗഡറോ മഞ്ഞളോ ഒന്നും തന്നെ ഇടരുത്. ഇത് തനിയെ ഉണങ്ങി വീണോളും. വെള്ളമാണ്. ഇളം ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുക. വീര്യം കുറഞ്ഞ ബേബി സോപ്പ് മാത്രം ഉപയോഗിക്കുക. ഡയപ്പർ നനഞ്ഞ ഉടനെ മാറ്റാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ അതുവഴി നമുക്ക് റാഷ് വരാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന് റാഷ് വന്നാൽ വെളിച്ചെണ്ണ പുരട്ടുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങളെ എങ്ങനെ കിടത്തണം എന്നത് വളരെ പ്രധാനമാണ്. ബാക്ക് ഈസ് ബെസ്റ്റ്. കുഞ്ഞിനെ എപ്പോഴും മലർത്തി കിടത്തണം. കമഴ്ത്തി കിടത്തുന്നത് ശ്വാസം മുട്ടാൻ കാരണമായേക്കും. കുഞ്ഞുങ്ങൾക്ക് തലയിണയോ കട്ടിയുള്ള പുതപ്പോ ആവശ്യമില്ല. കട്ടിലിൽ കുഞ്ഞു മാത്രമായിരിക്കണം. കളിപ്പാട്ടങ്ങളോ അധികം തുണികളോ ഒന്നും തന്നെ അടുത്ത് വയ്ക്കരുത്. അടിയന്തര ഘട്ടങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. പാല് കുടുങ്ങിയാൽ എന്ത് ചെയ്യണം? കുഞ്ഞിനെ കമഴ്ത്തി കിടത്തി തല താഴ്ത്തി വയ്ക്കുക. 2 തോൾ എല്ലുകൾക്കിടയിൽ 5 തവണ തട്ടുക. എന്നിട്ടും മാറിയില്ലെങ്കിൽ മലർത്തി കിടത്തി നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് 5 തവണ വിരലുകൾ കൊണ്ട് അമർത്തുക. ഒരിക്കലും കുഞ്ഞിനെ തലകീഴായി പിടിച്ച് കുലുക്കരുത്. സാധാരണയായി അമ്മമാർ ചോദിക്കുന്ന സംശയങ്ങളാണ് ഇപ്പോൾ അതിന് മറുപടിയാണ് സംസാരിക്കുന്നത്. തുമ്മലും വിക്കലും. തുമ്മുന്നതും വിക്കുന്നതും ഒരസുഖമല്ല. കുഞ്ഞുങ്ങളിൽ ഇത് സാധാരണയാണ്. കുഞ്ഞുങ്ങളുടെ കണ്ണെഴുതാൻ പാടില്ല. അത് അണുബാധയ്ക്ക് കാരണമാകും. കുഞ്ഞ് ആദ്യ ദിവസങ്ങളിൽ കറുത്ത നിറത്തിലും പിന്നെ പച്ച കലർന്ന മഞ്ഞ നിറത്തിലുമാണ് മലം പോകുന്നത്. ഇത് നോർമലാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ വളരും. വാക്സിനേഷൻ കറക്റ്റ് സമയത്ത് തന്നെ എടുക്കാൻ നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.